ജഡ്ജ്മെന്റ് ഫ്രീ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഫാമിലിക്കോയുടെ പ്രധാന മോട്ടോകളിൽ ഒന്നാണ്. മെഡിക്കൽ സ്പേസിനപ്പുറം ജീവിതത്തിലും ജഡ്ജ്മെന്റ് ഫ്രീ കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് വളരെ നെസസറിയുമാണ്, പ്രത്യേകിച്ച് പാർട്ട്നേഴ്സിന്റെ ഇടയിൽ. മറ്റെല്ലാ കാര്യങ്ങളിലും എന്നുള്ള പോലെ തന്നെ ഒരു റിലേഷൻഷിപ്പിൽ പാർട്ട്നേഴ്സിനിടയിൽ സെക്സിനെ പറ്റിയും ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വേണം. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സത്യസന്ധമായ സംഭാഷണങ്ങളാണ്. അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ ഇഷ്ടങ്ങൾ, അനിഷ്ടങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ മുൻവിധിയില്ലാതെ കേൾക്കാനും അതുപോലെ തന്നെ തിരിച്ച് സംസാരിക്കാനുമുള്ള ഒരു സ്പേസ് ഉണ്ടാവുക എന്നുള്ളതാണ്. ആരോഗ്യകരമായ ഒരു ലൈംഗിക ജീവിതം നയിക്കാൻ പങ്കാളികൾ തമ്മിൽ ഇത്തരത്തിലുള്ള സംഭാഷണങ്ങൾ നിരന്തരം ആവശ്യമാണ്. ആദ്യത്തെ 1-2 തവണയിൽ ഒതുക്കാതെ കൃത്യമായ ഇടവേളകളിൽ സംസാരിക്കുക. ഇതിൽ ഏതൊക്കെ കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനം എന്ന് നോക്കുക. കൺസെന്റ് ഈ പട്ടികയിൽ ഒന്നാമത്തെയാണ്. എല്ലായ്പ്പോഴും വാക്കുകൾ കൊണ്ട് അറിയിക്കാൻ പറ്റുകയില്ലെങ്കിലും നിത്യവും കൂടെ ജീവിക്കുന്ന പാർട്ട്ണർ ആണെങ്കിലും ഓരോ തവണയും കൺസെന്റ് ഉറപ്പാക്കുക. കോൺട്രസെപ്റ്റീവ് ഫാമിലി പ്ലാനിംഗിന്റെ കാര്യത്തിൽ പാർട്ട്ണറുകൾ തമ്മിലുള്ള ഉടമ്പടികൾ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അത് പാലിക്കുക. പരിചിതമല്ലാത്ത ബന്ധങ്ങളിൽ കോണ്ടം പോലുള്ള ബാരിയർ കോൺട്രസെപ്റ്റീവ്സ് നിർബന്ധമായും ഉപയോഗിക്കുക. നിങ്ങളുടെ ഇൻഫെക്ഷൻസ്, അലർജി, ശുചിത്വം തുടങ്ങി പാർട്ട്ണറിന്റെ ഹെൽത്ത് റിലേറ്റഡ് കൺസേണുകൾ ശ്രദ്ധിക്കുക. ബൗണ്ടറികളെ പറ്റിയും ആദ്യമേ സംസാരിക്കുന്നത് നന്നാവും. ലൈംഗിക ബന്ധത്തിൽ ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ, നിയന്ത്രിക്കേണ്ട കാര്യങ്ങൾ ഒക്കെയും സംസാരിക്കുക. മുൻവിധികളില്ലാതെ സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണെന്ന് ഉറപ്പാക്കിയതിനു ശേഷം നിങ്ങളുടെ പഴയ ട്രോമാറ്റിക് ആയ സംഭവങ്ങളെ പറ്റിയും സംസാരിക്കുക. ലൈംഗിക ബന്ധത്തിൽ കമ്മ്യൂണിക്കേഷൻ വളരെ ബേസിക് ആണ്, അത് സാധാരണയുമാണ്. അത് ബഹുമാനത്തോടെ പരസ്പരം കൈകാര്യം ചെയ്യുക. സംസാരിച്ചു തുടങ്ങാനുള്ള മടി കാരണം കാര്യങ്ങൾ തുറന്നു പറയാതിരിക്കുന്നത് ക്രമേണ വലിയ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുകളിലേക്ക് നയിച്ചേക്കാം. അത് പിന്നീട് ബന്ധങ്ങളിൽ വിള്ളൽ സൃഷ്ടിക്കുന്ന അത്രയും ഗുരുതരാവസ്ഥയിലേക്ക് പോയേക്കാം. ലൈംഗികതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് മെഡിക്കൽ സഹായം തേടാം. വളരെ പ്രൊഫഷണലായും നിങ്ങളുടെ സ്വകാര്യതയെ ബഹുമാനിച്ചുകൊണ്ടും തന്നെയാണ് ആരോഗ്യ പ്രവർത്തകർ ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യാറുള്ളത്. അതിനായി ഒട്ടും മടി കാണിക്കേണ്ടതില്ല. ആദ്യം മാറും.